എങ്ങനെയായിരുന്നു പരിചയപ്പെട്ടത്? ഈ ഫുട്ബോൾ കളിയിലൊക്കെ നമ്മൾ പറയുന്നത് നമുക്ക് അറിയാം എന്നുള്ളതേ ഉള്ളൂ, അതൊരു പരിചയമാവണം, സൗഹൃദമാവണം, അതൊക്കെ ഒരു വാശിയും വൈരാഗ്യമൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഞങ്ങൾ അവിടെ ഈ സെബസ്ത്യാനോസ് പുണ്യവാളന്റെ കഴുന്ന് എന്ന് പറയുന്ന പെരുന്നാളിനോടനുബന്ധിച്ച് അവസാന ദിവസം നാടകങ്ങളും മിമിക്രി അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെല്ലാ വർഷവും ഞങ്ങളും നാടകം കളിക്കും, അവരും വന്നിട്ട് നാടകം കളിക്കും. അതിനകത്തും ഉണ്ടായിരുന്നു ഈ മത്സരം. അങ്ങനെ ഒരു തവണ ഞങ്ങൾ നാടകം കളിച്ചപ്പോ ഈ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടൊന്നുമല്ല, ഏകദേശമൊക്കെ പഠിച്ചിട്ട് പിന്നെ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കലാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി. സ്ക്രിപ്റ്റ് അവിടെ സൈഡിലുണ്ടാവും. അപ്പൊ ഞങ്ങൾ അന്ന് കളിച്ച നാടകത്തിന്റെ ഞങ്ങൾ ഡയലോഗൊന്നും അത്ര കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല, 2 ദിവസത്തെ തയ്യാറെടുപ്പൊക്കെ ഉണ്ടാവുള്ളൂ. രമണന്റെ മരണം എന്ന് പറയുന്ന ടിപ് ടോപ്പ് അസീസിന്റെ ഒരു നാടകമായിരുന്നു ഞങ്ങൾ അവതരിപ്പിച്ചത്. അപ്പൊ ഈ സ്ക്രിപ്റ്റ് മോഷ്ടിക്കാൻ ഏറ്റവും നല്ല സ്ഥലം ഈ നാടകം തുടങ്ങിയ സമയത്താണ്. അത് തുടങ്ങുന്ന സമയത്ത് എല്ലാവരും വെപ്രാളത്തിലായിരിക്കും. അപ്പൊ സ്ക്രിപ്റ്റ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അത് ഇവരുടെ ഗ്രൂപ്പിലെ ആളുകൾ വന്ന് അടിച്ചു മാറ്റി. അപ്പൊ ഡയലോഗ് പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റണില്ല. പിന്നെ എങ്ങനെയൊക്കെ നാടകം കളിച്ച് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയാം വേണമെങ്കിൽ. അതൊരു വലിയൊരു ക്ഷീണവും വൈരാഗ്യമായിട്ട് കിടക്കുകയായിരുന്നു. അപ്പൊ ആ ഇടക്കാണ് സിദ്ദിഖും ഗ്രൂപ്പും കൂടിയിട്ട് എന്തോ പണം സംഭരിക്കാൻ വേണ്ടിയിട്ട് ഒരു മാജിക് ഷോ അവരുടെ സ്കൂളിൽ വെച്ചു. ദാറുൽ ഉലൂം ഹൈസ്കൂൾ സ്കൂളുണ്ട്, അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ ടിക്കറ്റൊക്കെ വിറ്റിട്ട്. അപ്പോ മജീഷ്യൻ ഒരു കിണ്ണായി, പ്രൊഫസർ കിണ്ണായി എന്ന് പറഞ്ഞ ആളുടെ മാജിക് ഷോ ആണ്. ആ കിണ്ണായിയെ കൂടി സിദ്ദിഖ് പലപ്പോഴും മിമിക്രിക്ക് പോകാറുണ്ടായിരുന്നു പരിപാടികൾ. മിക്കവാറും ഇടി കിട്ടുന്ന പരിപാടിയാണ്. അപ്പൊ ഈ പുള്ളിക്കാരൻ വന്ന് ഷോ തുടങ്ങി ഒരൈറ്റം. അപ്പൊ നല്ല മജീഷ്യനല്ല, അവതരണമൊക്കെ വളരെ മോശമാണ്. പുള്ളി ഒരു ഐറ്റം വന്നിട്ട് പറഞ്ഞ് അടുത്ത എന്നെ ഈ പെട്ടിയിലാക്കി ചങ്ങലക്കിട്ട് പൂട്ടും, പൂട്ടിക്കഴിഞ്ഞ് 10 സെക്കൻഡിനുള്ളിൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്നും നടന്നു വരും. ഇതൊന്നും പറയേണ്ട കാര്യമില്ല, ചങ്ങലക്കിടക്ക് പൂട്ടിക്കഴിഞ്ഞിട്ട് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കയറി വരിക എന്ന് പറയുന്നതാണ് എന്റെ ഒരു മാജിക്. ഇയാളത് ആദ്യം അനൗൺസ് ചെയ്തു. ഇത് കേട്ട ഉടനെ ഇയാളെ പെട്ടിയിൽ നടക്കുന്ന സമയത്ത് ഈ സ്റ്റേജിൽ നിന്ന് 2 വാതിലുകളാണ് പുറത്തേക്കുള്ളത്. അത് രണ്ടും ഞങ്ങളുടെ ഗ്രൂപ്പുകൾ പോയിട്ട് ഒരു ഗ്രൂപ്പ് അടച്ചു, ഒന്ന് ഇപ്പുറത്തും ഞങ്ങൾ പുറത്തുനിന്ന് അടച്ചു. എന്നിട്ട് അവിടെ കാവല് നിന്നു. ഇയാള് പെട്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ പുറകെ കൂടി ഇറങ്ങി പോകാനുള്ള വഴിയുണ്ട്, കർട്ടന്റെ അതിലെ കൂടി പോവാം. പുള്ളി വന്നിട്ട് ഈ വാതിലിൽ മുട്ടു തുടങ്ങി. ഞങ്ങൾ എന്ത് ചെയ്തു, തുറക്കില്ല. അപ്പൊ ഇവരുടെ സംഘാടകർ കുറെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ ഈ ഓഡിയൻസ് മുഴുവനും പുറകോട്ട് തിരിഞ്ഞിരിക്കുക, ഇപ്പൊ കിണ്ണായി വരുമെന്ന് പറഞ്ഞിട്ട്. അത് അവസരം വന്ന് ഇവർ കോംപ്രമൈസ് ഒക്കെ സംസാരിച്ചു. ഒരു അരമണിക്കൂർ കൊണ്ട് സമ്മതിച്ച് ഞങ്ങൾ തുറന്നു കൊടുത്ത് ഇദ്ദേഹം പോയി. അങ്ങനെ അരമണിക്കൂറിന് ശേഷം വയർത്തൊലിച്ച കിണ്ണായി എന്റെ ഇടയിൽ കൂടി വന്ന ആ പരിപാടി പൊളിഞ്ച് പാളീസായി. അങ്ങനെ ഒരു വൈരാഗ്യ ബുദ്ധിയോട് ഞങ്ങളൊരു പ്രതികാരം ചെയ്തു. ഒരു സ്ക്രിപ്റ്റ് മോഷണത്തിന് ഒരു മാജിക്കാരന്റെ. അതെ.